പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ഹർഷിനയ്ക്ക് ആരോഗ്യവകുപ്പിൽ ജോലി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഹർഷിന നാളെ ജോലിയിൽ പ്രവേശിക്കും. മുഖ്യമന്ത്രിയുമായും ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതിവേഗത്തിലാണ് ഹർഷിനയുടെ നിയമനം സർക്കാർ നടപ്പാക്കിയത്. സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയുമായും തുടർന്ന് ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. പിന്നാലെ ആരോഗ്യവകുപ്പിൽ നിയമനം നൽകിയുള്ള അറിയിപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കീഴിലുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ഓഫീസ് അസിസ്റ്റന്റായി നാളെ തന്നെ ഹർഷിനയ്ക്ക് ജോലിയിൽ പ്രവേശിക്കാം. ഒറ്റയടിക്കു തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സർക്കാർ ആശുപത്രിയിൽ ഹർഷിനയ്ക്ക് ജോലി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഏറെ ബഹുമാന്യനായ കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രേരിത സമരമെന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് നിയമനമെന്ന് ഹർഷിന. തെരുവിൽ കിടന്നപ്പം പോലും നമ്മൾ അവഗണിച്ച് വിട്ടിട്ട് രാഷ്ട്രീയ പ്രേരിത സമരം നോക്കി ഇത്രയും വേദന തിന്ന ഒരു മനുഷ്യനെ അവഗണിച്ച് കളിയാക്കി വിട്ടവർക്കുള്ള ഒരു ഏറ്റവും വലിയ മറുപടി കൂടിയാണ് ഈ നിമിഷം ഇപ്പം പുലർന്നിരിക്കുന്നത് എന്നുള്ളത്. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ കടുത്ത ബുദ്ധിമുട്ടുകളെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 2022 സെപ്റ്റംബർ 17 മറ്റൊരു ശസ്ത്രക്രിയയിലൂടെയാണ് കത്രിക പുറത്തെടുത്തത്. ഹർഷിനയുടെ സമരം LDF സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തുടർന്ന് അന്നത്തെ സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നഷ്ടപരിഹാരം പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഹർഷിന അത് സ്വീകരിച്ചിരുന്നില്ല. മീഡിയ 1 തിരുവനന്തപുരം.